Okay. Okay, fine. So last class we discussed DCT, discrete cosine transform. Two-dimensional discrete cosine transform, and we generated a 4x4 DCT matrix. Okay, and we discussed the properties of DCT. Okay, now we can write a problem. ഒരു problem നിങ്ങൾ എഴുതിക്കോളൂ. Apply DCT. Apply DCT. Apply DCT to the following matrix. Apply DCT to the following matrix. Okay. Apply DCT to the following matrix. അപ്പോൾ അതിൽ എഴുതിക്കോളൂ U of Mn is equal to 1 2 2 1 1 2 2 1. Okay. എങ്ങനെ ചെയ്യാം? How will you do this problem? What is our formula to compute DCT of an image? അങ്ങനെ ചെയ്യാം, പറ. FUF ആണ്. അതെ, V is equal to V എന്ന് പറഞ്ഞാൽ that is the representation in frequency domain, and F is our transformation matrix at F transpose. This is our equation. Okay, but now you have U of Mn, that is U 1 2 2 1. Okay, we have to compute the value of F, that is the matrix F has to be computed. അപ്പോൾ എങ്ങനെ ചെയ്യാത്? അപ്പോൾ ഇവിടെ എന്താണ് മെട്രിക്സ് സൈസ് എത്രയാണ്? 2x2 matrix ആണ്. So we need a transformation matrix with the size of 2x2. അല്ല, F എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ സൈസ് എത്ര ആയിരിക്കണം? 2x2. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? DCT ആണ് പറഞ്ഞത് അല്ലേ? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? പറവൂട്ടിൽ എങ്ങനെ കണ്ടുപിടിക്കുക? വൺ ഡയമെൻഷണൽ DCTന്റെ ഫോർമുല എഴുതുക. അതിൻ്റെ അകത്ത് N എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പം N എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ K ന്റെ വാല്യൂ നിങ്ങൾ 0 to 0 1 വരെ വയറി ചെയ്തിട്ട് ആ വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക, ഇക്വേഷൻ കണ്ടുപിടിക്കുക. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കോഎഫിഷ്യൻസ് ഓഫ്, നിങ്ങൾ എന്താ U of N അല്ല എഴുതിയ, അപ്പൊ U of N ന്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക, മെട്രിക്സ് ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ആൽഫ കെ അതുപോലെ ആൽഫ ഓഫ് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വാല്യൂ. ഓക്കെ, 0 ആകുമ്പോഴും 1 ആകുമ്പോഴും എന്താ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കമ്പ്യൂട്ട് ദാറ്റ് മെട്രിക്സ് അല്ല, 2x2 മെട്രിക്സ് N 2 ആയിരിക്കുമ്പോൾ DCT മെട്രിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ചെയ്തു നോക്കാം. ആദ്യം മെട്രിക്സ് എഴുതും. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞ എന്താ വരിക? V of K എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ വരിക അഭിജിത്ത്? ഇക്വേഷൻ V of K is equal to alpha K summation n equal to 0 to n minus 1 U of N cos 2n plus 1 pi K by 2n. 2n plus 1 pi K by 2n അല്ല. അപ്പം ഇക്വേഷൻ ശരിക്കും എഴുതി വെക്കുക. K is equal to 0 to n minus 1. മെട്രിക്സ് ആദ്യം കണ്ടുപിടിക്കുക, ഇത് കമ്പ്യൂട്ട് ചെയ്യും.
കിട്ടിയോ? മെട്രിക്സ് കിട്ടിയോ? ഞാൻ ചെയ്യണോ? ഉണ്ടല്ലോ. ഫസ്റ്റിലത്തെ എന്താ വരിക? വി ഓഫ് സീറോ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ സീറോ ആയിരുന്ന സമയത്ത് ആൽഫ കെയുടെ വാല്യൂ എന്താ എഴുതേണ്ടത് നമ്മൾ? 1/√2. 1/√2. വെരി ഗുഡ്. 1/√2 അല്ല. അപ്പൊ ഇവിടെ 0 to n-1. അപ്പൊ 0 1 ആണ് നമുക്ക് വരിക. അപ്പൊ അത് എഴുതുവാണെങ്കിൽ n is equal to 0 to 1 u of n അല്ലെ. കെയുടെ വാല്യൂ നമ്മൾ 0 ആയി. സോ cos 0 എന്ന് പറയുന്നത് 1 ആവും. ശരിയല്ലേ പറഞ്ഞ? അപ്പൊ എന്താ വരുക? 1/√2 ഇൻറ്റു u of 0 പ്ലസ് u of 1 എന്ന് വരും. ശരിയല്ല? അങ്ങനെയാണോ കിട്ടിയ? എങ്ങനെയാണ് കിട്ടിയ അഭിജിത്തെ? അപ്പൊ ആദ്യത്തെ റോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ വരുക? 1/√2 എന്ന് വരും. ചെയ്യുന്നുണ്ട് എല്ലാവരും? ഹർഷ മനസ്സിലാവുന്നില്ല? ഇതൊക്കെ 0 ആയിരിക്കുമ്പോഴുള്ള വാല്യൂസ്. നൗ വി ഹാവ് ടു മേക്ക് k is equal to 1. അപ്പൊ എന്താ വരുക? ആൽഫ ഓഫ് k എന്താ വരുക? k 1 ആകുമ്പോൾ ആൽഫ ഓഫ് k എന്താണ് വരിക? പറ. 1 1. 2/√2 എന്ന് വരും. ദാറ്റ് വിൽ ബി 1. അപ്പം സമ്മേഷൻ n is equal to 0 to 1 u of n. ഈ വാല്യൂ എന്ത് വരും? ഈ വാല്യൂ എന്താ വരിക? cos 2n plus 1 pi by എന്ത് വരും? 2 into 2 4 വരും അല്ലേ. അപ്പം നൗ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? പറ. u of 0 cos 0 ആയി. cos pi by 4 പ്ലസ് u of 1 എന്ത് വരും? cos എന്താ വരിക? പറ. 3π/4. 3π/4 എന്ന് വരും. എന്താ വരിക? ഇവിടെയുള്ള വാല്യൂ cos pi/4 എത്രയാ? 1/√2. 1/√2 അല്ലേ. cos 3π/4 -1/√2. -1/√2. ഓക്കെ. അപ്പൊ നമ്മുടെ മെട്രിക്സ് എന്താ വരുക? എഫ് എന്ന് പറഞ്ഞ മെട്രിക്സ് എന്ത് വരും? പറ. 1/√2 1/√2 അല്ലേ. അഗൈൻ 1/√2 -1/√2. ഇതാണ് നമ്മുടെ എഫ് എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇനി നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വി കണ്ടുപിടിക്കാം. ചെയ്തു. സനില മനസ്സിലാവുന്നുണ്ടോ ചെയ്യുന്നത്? രോഹിത് രോഹിത് എവിടെ ഉണ്ടോ? ദീപ്തി ദീപ്തി ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ.
കമ്പ്യൂട്ട് ചെയ്തോ നിങ്ങൾ? വാല്യൂ കിട്ടിയോ? അങ്ങനെ വരുമോ? ഇക്വേഷൻ എങ്ങനെ? വി ഇസ് ഈക്വൽ ടു 1/√2 1/√2 1/√2 മൈനസ് 1/√2 ഇൻറ്റു എന്ത് വരും? നമ്മുടെ ഫോം യു എന്താണ്? 1 2 2 1 ആണല്ലേ. ഇൻറ്റു ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വരും? 1/√2 1/√2 1/√2 മൈനസ് 1/√2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. ഇത് കിട്ടുന്നത് കിട്ടിയോ? അഭിജിത്ത് കിട്ടിയോ? അത് കിട്ടി. പറഞ്ഞോ. ഫസ്റ്റിലത്തെ 2 ടേം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടി. ഫസ്റ്റ് 2 ടേം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടി. മനസ്സിലായില്ല. ആദ്യത്തെ 2 മെട്രിക്സസ് ആണോ? അടുത്ത മൾട്ടിപ്ലൈ. ഹരിത മനസ്സിലാവുന്നില്ലേ പറയുന്നത്? മനസ്സിലാക്കിയോ? അശ്വിത കിട്ടിയോ? സർ അവസാനത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവസാനത്തെ എഫ് ട്രാൻസ്പോസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കാൽക്കുലേറ്റർ വെച്ച് ചെയ്താൽ പോരാ. ഇത്ര സമയം എന്താ? ആൻസർ കിട്ടിയോ? 300 മൈനസ് 1 ആണ്. 300 മൈനസ് 1 കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? കിട്ടിയോ ദീപ്തി? അശ്വിത കിട്ടിയില്ല. ഓക്കെ. ഹർഷ കിട്ടിയോ? ഓക്കെ ഓക്കെ. ഒന്നും കൂടി ശ്രദ്ധിക്കുക. ചെയ്യുമ്പോഴെങ്ങനെയാണ് എന്നെ നോക്കണം. നമ്മൾ എന്നെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള DCT മെട്രിക്സ് ഉണ്ടാക്കുക. DCTന്റെ കേസിലാണെങ്കിലും DFTന്റെ മെട്രിക്സ് കേസിലാണെങ്കിലും ദ സെയിം പ്രൊസീജിയർ ഷുഡ് ഫോളോ. അതായത് ഇക്വേഷൻ മാത്രം മാറ്റുള്ളൂ. അതിനുശേഷം ആദ്യം നിങ്ങൾക്ക് മെട്രിക്സ് അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെട്രിക്സ് എഴുതിയിട്ട് തന്നെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണം. ആഫ്റ്റർ ദാറ്റ് ഈ ഒരു ഫോർമുല V is equal to F ട്രാൻസ്പോസ്, അതാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ആ എഫിനെ നമ്മൾ പറയും ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് അല്ലെങ്കിൽ കേണൽ എന്ന് പറയും കേട്ടോ. ഓർത്ത് നോക്കോ. ഓക്കെ. അപ്പൊ അതാണ് DCT. അപ്പൊ DCT ഇതിന്റെ പ്രോബ്ലം ഇങ്ങനെ ചോദിക്കാം. DCT അപ്ലൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ചിലപ്പോൾ ഒരു മെട്രിക്സ് എന്നിട്ട് ഇൻവേഴ്സ് DCT അപ്ലൈ ചെയ്യാൻ ചോദിക്കാം. ഇൻവേഴ്സ് DCT അപ്ലൈ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ഇത് സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുക, അതേ ഫോർമുല യൂസ് ചെയ്യാം. DFTന്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് അത് ഓൾറെഡി. അപ്പൊ എന്തുണ്ടാവും, ഒരു 1/n² ഉണ്ടാവും ഇതിന്റെ കേസിൽ DFT ചെയ്യുന്ന സമയത്ത്. ഓക്കെ.
അപ്പോൾ ഇതിൽ ഇനി നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് ട്രാൻസ്ഫോം ആണ്. നെക്സ്റ്റ് ട്രാൻസ്ഫോം വരുന്നത് ഹഡമാർട്ട് ട്രാൻസ്ഫോം കേട്ടോ. ഹഡമാർട്ട് ട്രാൻസ്ഫോം. അതെന്താ സംഭവം നമുക്ക് നോക്കാം. ഇതെല്ലാവരും ചെയ്തില്ല? പ്രോപ്പർട്ടീസ്, അതായത് ഓരോന്നിന്റെ പ്രോപ്പർട്ടി, ഈ സംഭവങ്ങൾ ഓർമ്മിക്കണം കേട്ടോ. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, യൂണിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ അങ്ങനെയുള്ള ആ പ്രോപ്പർട്ടീസ് ഒക്കെ ശരിക്കും ഓർത്ത് വെക്കുക. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം സപ്പോസ് ഇതിൽ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് എന്താ പറയുക യൂണിറ്ററി ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഈ പറഞ്ഞ DCT ഇങ്ങനെയാണെന്ന്, സിമെട്രിക് ആണെന്നോ അല്ലെങ്കിൽ DFT സിമെട്രിക് ആണെന്നോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അല്ലെങ്കിൽ ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രോപ്പർട്ടി കൃത്യമായിട്ട് ഓർമ്മ വേണം. അതിന് പുറമെ നമുക്ക് തന്നിട്ടുള്ള ഒരു മെട്രിക്സ് എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് കാണിച്ചാലും മതി. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക എല്ലാവരും. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹഡമാർട്ട് ട്രാൻസ്ഫോം. അപ്പം DFTയും DCTയും പഠിച്ചു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹഡമാർട്ട് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പം ഹഡമാർട്ട് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നിലേക്ക് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോം ആണ്. അപ്പൊ ഹഡമാർട്ട് ട്രാൻസ്ഫോം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ആ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ n = 2n. ഇതിൽ n-ന്റെ വാല്യൂ സൈസ് എന്ന് പറയുന്നത്, അതായത് സൈസ് ആണ് ഞാൻ എഴുതിയത്, n എന്ന് പറയുന്നത് 2n ആയിരിക്കും. സോ n-ന്റെ അപ്പം 2-ന്റെ പവർ ആയിട്ട് മാത്രമേ ഇതിന്റെ മെട്രിക് സൈസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിൽ n-ന്റെ വാല്യൂ 1 2 3 എന്നിട്ട് okay. Okay, so size of that Hadamard matrix is n, that is the power of 2. Power of 2 മാത്രമേ ഇതുണ്ടാവുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് എന്ന് വെച്ചാൽ മ്യൂച്വലി ഓർത്തോഗണൽ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയാം. അതായത് എലമെന്റ്സ് ആർ മ്യൂച്വലി ഓർത്തോഗണൽ ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിൽ ഉള്ള എലമെന്റ്സ് എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 അല്ലെങ്കിൽ -1 ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതിനേക്കാളും കോംപ്ലക്സിറ്റി കുറവായിരിക്കും. നമ്മൾ DFTയും DCTയും, DFTയിലാണെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നുണ്ട്, DCTയിൽ റിയൽ നമ്പേഴ്സ് ആണ്, പക്ഷെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് വരുന്നത്. പക്ഷെ ഹഡമാർട്ട് ട്രാൻസ്ഫോമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലുള്ള എലമെന്റ്സ് എപ്പോഴും 1ഉം -1ഉം മാത്രമായിരിക്കും. അപ്പൊ ഇതിന് ഏറ്റവും ഇനീഷ്യൽ ആയിട്ട് ഫണ്ടമെന്റൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് ഉണ്ടാവും. അതായത് അവിടെ n-ന്റെ വാല്യൂ 1 ആയിരിക്കുന്ന സമയത്ത്, സ്മോൾ n-ന്റെ വാല്യൂ 1 ആയിരിക്കുന്ന സമയത്ത് n-ന്റെ വാല്യൂ എത്രയായിരിക്കും, 2 ആയിരിക്കും. അപ്പൊ ഒരു 2/2 ഹഡമാർട്ട് മെട്രിക്സ് ഉണ്ടാവും. ഓക്കെ, ആ 2/2 ഹഡമാർട്ട് മെട്രിക്സ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മെട്രിക്സുകൾ, ബാക്കി വലിയ വലിയ മെട്രിക്സുകൾ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഓക്കെ, ക്ലിയർ അല്ലേ? പറഞ്ഞ ക്ലിയർ അല്ലേ? അപ്പം ഇതില് എന്താണുള്ളത്, നമുക്ക് -1 ഓർ -1 മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇതിലെന്താണ് എപ്പോഴും ഓർത്തോഗണൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. അപ്പം ബാക്കിയുള്ളത് പോലെ വേറെ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടാവില്ല. ഓൺലി 1ഉം -1ഉം ആയിരിക്കും അതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അതിന്റെ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 2n, അതായത് 2-ന്റെ പവർ ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം വലിയ സൈസിലുള്ള ഹഡമാർട്ട് ട്രാൻസ്ഫോംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫസ്റ്റ് ഈ നമ്മളെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഹഡമാർട്ട് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ നമുക്ക് അതിന് മുകളിലുള്ള ഹഡമാർട്ട് ട്രാൻസ്ഫോംസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത്, ഹഡമാർട്ട് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇമേജ് കംപ്രഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യും എന്നൊരു മെട്രിക്സ് ആണ് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് ഈ പറയുന്ന പോലെ ട്രാൻസ്ഫോം കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 -1 മാത്രമേ എലമെന്റ്സ് ഉണ്ടാവുള്ളൂ.
അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യാൻ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇത് n2 ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാം h2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ആ ഹഡമാർ ട്രാൻസ്ഫോം മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ബേസിസ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് h2ലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും 1 1 1 -1 ആയിരിക്കും. ഓക്കെ ഓക്കെ 1 1 1 -1 ആയിരിക്കും അതിന്റെ h2 എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം ഓർഡർ h2n കണ്ടുപിടിക്കും. ഇപ്പൊ ഇവിടെ ഇപ്പൊ n എന്താണ് 2 ആണ് അല്ലേ? കേൾക്കുന്നില്ല പറയുന്നത്? ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പൊ h2 എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ എഴുതി 1 1 1 -1. അപ്പൊ ഇനി നെക്സ്റ്റ് അടുത്ത നമുക്കിപ്പോ സപ്പോസ് n-ന്റെ വാല്യൂ നമുക്ക് എന്തായും ഇനി അടുത്ത നമുക്ക് ഏത് എഴുതാൻ പറ്റുള്ളൂ? h3 എഴുതാൻ പറ്റുമോ? n-ന്റെ വാല്യൂ എന്തേ വരുള്ളൂ? 2n വരും. അപ്പൊ 1 കൊടുത്താലും നമുക്ക് 2 കിട്ടി. ഇനി n-ന്റെ വാല്യൂ ഏതേ കിട്ടുള്ളൂ? 4 നമുക്ക് കിട്ടുള്ളൂ അല്ല? ശരിയല്ല പറഞ്ഞത്? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് n-ന്റെ വാല്യൂ 8 നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ വാല്യൂസിലുള്ള ഇങ്ങനെ 2ന്റെ പവേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സൈസിലുള്ള ഹഡമാർ ട്രാൻസ്ഫോം മെട്രിക്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതായത് h2 h4 h8 ഈ രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹഡമാർ മെട്രിസസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ h2 നമുക്കറിയാം 1 1 1 -1. ഇനി ഇതിൽ നിന്ന് നമുക്ക് h4 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ h4 കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ h2 ക്രോണക്കർ പ്രൊഡക്റ്റ് എന്ന് പറയും. h2 ക്രോണക്കർ h2 ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, h2 ക്രോണക്കർ പ്രൊഡക്റ്റ്. ക്രോണക്കർ പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെട്രിസസിന്റെ ക്രോണക്കർ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം h2 നെക്സ്റ്റ് h2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? h4 കിട്ടി. ഇപ്പൊ ക്രോണക്കർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ക്രോണക്കർ പ്രൊഡക്റ്റ് എങ്ങനെ കാണാം? അപ്പൊ h2 മെട്രിക്സ് ഇവിടെ എഴുതി 1 1 1 -1. ഓക്കെ, അഗെയിൻ നമ്മൾ ക്രോണക്കർ പ്രൊഡക്റ്റ് 1 1 1 -1 ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റിലത്തെ മെട്രിക്സ് എടുക്കുക. ഫസ്റ്റിലത്തെ മെട്രിക്സ് എടുത്തിട്ട് നെക്സ്റ്റ് മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സിനെയും ആദ്യത്തെ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലാവുന്നില്ല? അതായത് ഫസ്റ്റിലത്തെ ഈ 1 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ 1 കൊണ്ട് ബാക്കി എല്ലാ 1നെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1 1 1 -1 കിട്ടി. ഇനി നെക്സ്റ്റ് എലമെന്റ്, അടുത്ത എലമെന്റും 1 ആണ് അല്ലെ? ഈ 1 കൊണ്ട് നമ്മൾ അടുത്ത ഈ എൻറ്റയർ മെട്രിക്സിലെ എലമെന്റ്സിനെ വീണ്ടും ഇതേപോലെ മൾട്ടിപ്ലൈ. അപ്പൊ എന്താ കിട്ടുക? 1 1 1 -1. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇനി അതിനുശേഷം മൂന്നാമത്തെ എലമെന്റ് ഈ 1 അല്ലെ? ഈ 1 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? അഗെയിൻ 1 1 1 -1 കിട്ടും അല്ലെ? അഗെയിൻ നമ്മൾ -1 അവസാനത്തെ എലമെന്റ് -1 ആണ്. -1 വെച്ചിട്ട് വീണ്ടും രണ്ടാമത്തെ മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ. അപ്പൊ എന്താ വരിക? -1 -1 -1 1 അല്ലെ? ഇങ്ങനെയായിരിക്കും കിട്ടുക. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? മനസ്സിലാവുന്നില്ല പറയുന്നത്? അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനാണ് ക്രോണക്കർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്രോണക്കർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ക്രോണക്കർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? h4 ആണ് അല്ലെ? h4 ആണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് h8 കണ്ടുപിടിക്കണം. h8 എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കും? പറഞ്ഞോ. അതപ്പോ ഇപ്പഴത്തെ മെട്രിക്സ് ഒന്നും ചെയ്യണ്ട. രണ്ടാമത്തെ മെട്രിക്സാ?
രണ്ടാമത്തെ മെട്രിക്സ് ആണല്ലോ ചെയ്തത്. അത് ഈ ഫസ്റ്റ് മെട്രിക്സിന്റെ 1 കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പുറത്തെ സൈഡിലെ 1 കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് മെട്രിക്സ് ആ 1 കൊണ്ട് ബാക്കി എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പുറത്തെ സൈഡിലെ എല്ലാ എലമെന്റ്സ്. അതാണ് നമുക്കിപ്പോ ഇത് കിട്ടിയ, കണ്ടോ ഇത്. ഇനി അടുത്ത 1 കൊണ്ട് വീണ്ടും എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അടുത്ത സംഭവം കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഈ 1 കൊണ്ട്, മൂന്നാമത്തെ ഈ താഴത്തെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അടുത്ത കിട്ടി. ഇനി ലാസ്റ്റ് ഈ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ക്രോണക്കർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം. ഇപ്പൊ H2 × H2 എന്നല്ല നമ്മൾ എടുക്കുന്നത്. ആക്ച്വലി ഇപ്പൊ H2 × H2 എന്നാണ് എടുക്കുന്നത്. H2 × H2 എന്നാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാനാണെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് മെട്രിക്സിനെ എഴുതിയാലും മതി. രണ്ടും ഒരേ മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, H2 ബ്ലോക്ക് മെട്രിക്സ് ആയിട്ട് എഴുതുക. H2 H2 മനസ്സിലായോ പറഞ്ഞ? മനസ്സിലായോ? അപ്പൊ H2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെട്രിക്സ് അല്ലെ. ഇനി അടുത്ത H2 എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ്, അടുത്ത H2 എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ്, H2 എന്ന് വെച്ചാൽ -2. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് H8 കണ്ടുപിടിക്കണം. H8 എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഒന്നിക്കൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ H8 എന്ന് വെച്ചാൽ H2 ക്രോണക്കർ H4 ചെയ്യാം. H4 നിങ്ങളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ H2 ക്രോണക്കർ H4 ചെയ്യാം. അല്ലെങ്കിൽ ഉള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തൊട്ട് മുമ്പിലത്തെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ H4 ആണെന്ന് നമുക്കറിയാം. എന്താണ് ചെയ്താൽ മതി? H4 -H4. മനസ്സിലായോ പറഞ്ഞ? ഇപ്പൊ H16 ആണ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? H16 ചെയ്യണമെങ്കിൽ H2 × H8 ചെയ്താൽ മതി. അല്ലെങ്കിൽ H2 × H8 ചെയ്യാം. അല്ലെങ്കിൽ H4 × H4 ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ അഭിജിത്ത്? മനസ്സിലായോ? അപ്പൊ അടുത്ത H8 നിങ്ങൾ എഴുത്. H8 എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുകിൽ ഈ മെട്രിക്സ് വെച്ചിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് H2 എഴുതുക. H2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ആദ്യത്തെ മെട്രിക്സ് 1 1 1 -1 ആണ്. അപ്പൊ 1 1 1 -1. ഓക്കെ, ഇൻറ്റു ക്രോണക്കർ പ്രൊഡക്റ്റ് ചെയ്യുക. H4 ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച എന്താണ്? 1 1 1 -1 1 1 1 -1 1 1 1 -1 -1 ഇതാണ് നമ്മളുടെ എന്ത്? H4. ഇത് ക്രോണക്കർ പ്രൊഡക്റ്റ് വെച്ച് മൾട്ടിപ്ലൈ എങ്ങനെയൊക്കെ ചെയ്യാം? ആദ്യത്തെ 1 വെച്ചിട്ട്, ഫസ്റ്റ് മെട്രിക്സിന്റെ 1 വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. ഇത് H2 ആണ്, ഇത് H4 ആണ്. ഓക്കെ, അപ്പൊ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്യുക. അപ്പൊ എന്താ വരുക? H8 എന്ത് വരും? ഒരു 8/8 മെട്രിക്സ് കിട്ടും അല്ലെ. ഞാൻ ചെയ്യണ്ടല്ലോ, എഴുതണ്ടല്ലോ, നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാന്ന്. ആദ്യത്തെ H4 ഇവിടെ എഴുതുക. H4 എടുത്തിട്ട് ഇവിടെ എഴുതുക. അഗെയിൻ H4 എടുത്തിട്ട് ഇവിടെ എഴുതുക. H4 എടുത്തിട്ട് എഴുതുക. പിന്നെ സൈൻ ചേഞ്ച് ചെയ്തിട്ട് H4 എടുത്തിട്ട് ചെയ്യാം. എങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പോലെയും ചെയ്യാം. ക്രോണക്കർ പ്രൊഡക്റ്റ് എടുത്തിട്ടും ചെയ്യാം. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഇതിന്റെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബാക്കി അപ്ലൈ ചെയ്യുന്നതെല്ലാം ഒരുപോലെയാണ് കേട്ടോ. മനസ്സിലായില്ലേ പറഞ്ഞ? നമ്മൾ സാധാരണ ഇതില് മെട്രിക്സ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതെല്ലാം എങ്ങനെയാണ്? FUF അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ,
ഓക്കെ, മനസ്സിലായോ? എഴുതിയോ? അശ്വിത എഴുതിയോ? മനസ്സിലായില്ല? അപ്പൊ അതാണ് ഹഡമാർ ട്രാൻസ്ഫോം. ഓക്കെ, ഇതിൽ ചില കേസസിൽ നമ്മൾ ചില ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ രണ്ട് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തപ്പോൾ ഒരു ടെക്സ്റ്റിൽ ഇതിന്റെ പുറമെ ഒരു എന്താണ് 1/√2 കൂടി മൾട്ടിപ്ലൈ ആയിട്ട് കാണുന്നുണ്ട്. അത് പക്ഷേ എങ്കിൽ അതിന്റെ ആവശ്യമില്ല. അതായത് ഫസ്റ്റ് കേസിൽ ഇങ്ങനെ ഒരു 1/√2, അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ കൺഫേം ആയിട്ട് പറഞ്ഞുതരാം. ഒരു ടെക്സ്റ്റിൽ വേറെ രീതിയിലാണ് ഉള്ളത്. അതായത് ഇങ്ങനെ H2 ചെയ്യുന്നതിന് പുറമെ ഫസ്റ്റ് H2 എന്ന് പറഞ്ഞ മെട്രിക്സിന് പുറമെ ഇവിടെ ഒരു 1/√2 പുറത്ത് കാണുന്നുണ്ട്. അത് ശരിക്കും ആക്ച്വലി ഈ ട്രാൻസ്ഫോമിനല്ല വേറെ ഒന്നിനാ ഉള്ളത്. ഇപ്പൊ നമ്മളിവിടെ ക്രോണക്കർ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? 1/√2 ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഓരോന്ന് ചെയ്യുമ്പോഴും 1/√2 കൂടി പുറത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചെയ്യുമ്പോഴും ഇവിടെ 1/√2 × 1/√2 1/2 ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് ആക്ച്വലി എല്ലാ ബുക്കിലും ഇല്ല. ഞാൻ റെഫർ ചെയ്ത ഒരു ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കാണുന്നുണ്ട്, മറ്റേതിൽ അങ്ങനെ ഇല്ല. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ബുക്കിൽ ഇങ്ങനെ 1/√2 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ 1/√2 ചെയ്യണ്ട, 1/√2 ചെയ്യാതെ ചെയ്താൽ മതി. ഈ മെട്രിസസ് മാത്രം ചെയ്യാതെ നിങ്ങൾ ചെയ്താൽ മതി. ബാക്കി വേറൊരു വരുന്ന ട്രാൻസ്ഫോമിന് 1/√2 ഉണ്ട് ഓൾറെഡി, നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ അങ്ങനെ പഠിച്ചാൽ മതി. ഇൻ കേസ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇതിന്റെ ഒരു തിയറി പോലെ ചോദിക്കാറുള്ളൂ ഇതുവരെ, അങ്ങനെ പ്രോബ്ലം ചോദിക്കാറില്ല. ഒരു H8 ഹഡമാഡ് മെട്രിക്സ് ഫോം ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും ചോദിക്കാറുണ്ട് 5 മാർക്സിനൊക്കെ. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി ആണ്. നമ്മൾക്കിപ്പം ഒരു ബേസിസ് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് എത്ര വലിയ ഇതിന്റെ സൈസിലുള്ള മെട്രിക്സ് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെ? അപ്പം ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് എടുത്ത് നമ്മൾ വലിയൊരു മെട്രിക്സ് വേണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതാണെന്ന് ആവശ്യത്തിനനുസരിച്ച് ആ സമയത്ത് മാത്രം ജനറേറ്റ് ചെയ്താൽ മതി. അപ്പം സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടും കമ്പ്യൂട്ടേഷൻ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹഡമാർ ട്രാൻസ്ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ പറഞ്ഞ? അഭിജിത്ത് ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന ഹാർ ട്രാൻസ്ഫോം ആണ് കേട്ടോ. ഹാർ ട്രാൻസ്ഫോം. ഓക്കെ, ഹാർ ട്രാൻസ്ഫോം. ഓക്കെ, അടുത്തത് ഹാർ ട്രാൻസ്ഫോം ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഹാർ, HAAR, ഹാർ ട്രാൻസ്ഫോം. ഇതൊക്കെ തിയറി ആയിട്ട് ചോദിക്കാറുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സിമിലർലി ഹാർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് മെട്രിസസിൽ ഉണ്ടാകുന്നത് 1 - 1 0 കൂടി ഉണ്ടാവും. ഓക്കെ, 1 - 1 0 മെട്രിസസ് ഫോം ചെയ്യുന്ന സമയത്ത് ഹാർ ബേസിസ് ഫംഗ്ഷൻ, ഹാർ മെട്രിസസിൽ ഈ പറഞ്ഞ പോലെ 1ന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 - 1 0. ഇതാണ് എന്താവുക ഹാർ ട്രാൻസ്ഫോം. ഓക്കെ, പിന്നെ വരുന്നത് എങ്ങനെയാണ് ഇത് ഫോം ചെയ്യാനുള്ളത്, ഹാർ ട്രാൻസ്ഫോം എങ്ങനെയാണ് ഫോം ചെയ്യാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫോം ചെയ്യാം. അപ്പോൾ അതായത് ഇപ്പം നിങ്ങൾ n എന്ന് പറയുന്നത് ഓർഡർ n ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഫോം ചെയ്യുന്ന n/n മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യുക സ്മോൾ n എന്ന് പറയുന്നത് ലോഗ് n ആയിട്ട് എടുക്കും. ഓക്കെ, ലോഗ് n, ലോഗ് ടു ദ ബേസ് n, ബേസ് 2 ആണ്. ലോഗ് ടു ദ ബേസ് 2. ഓക്കെ, ലോഗ് ബേസ് 2 ആയിട്ടുള്ള ലോഗ് n ബേസ് 2 ആയിട്ടുള്ള സ്മോൾ n നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഓക്കെ, ആ സ്മോൾ n കണ്ടുപിടിക്കും. അതിന്റെ കൂടെ p, q എന്ന് പറഞ്ഞിട്ട് 2 വാല്യൂസും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ n-അനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഈ ഫോർമുല എങ്ങനെയാണ് ചെയ്യുന്നത്? p and q, 2 വാല്യൂസ് ഉണ്ട്. p and q എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിൽ p-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും p-യുടെ വാല്യൂ
പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to n-1 ആയിരിക്കും. പിയുടെ വാല്യൂ 0 to n-1 ആയിരിക്കും. ഇനി ക്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പി 0 ആണെങ്കിൽ ക്യൂ 0 or 1 രണ്ട് കണ്ടീഷൻ വരും. പി 0 എന്ന കേസിൽ ക്യൂ 0 or 1 ആയിരിക്കും. ഇനി പി 0 അല്ലാത്ത കേസിൽ, അതായത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, പി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1-നും 2p-നും ഇടയിലായിരിക്കും. ഈ കാര്യങ്ങൾ എഴുതി വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൽ ഫോമുല ഉണ്ടാക്കാം. ഇതിനെങ്ങനെയാണ് മെട്രിക്സ് ഫോം ചെയ്ത് നോക്കാം. അപ്പോൾ ആലോചിക്കുക, ഫസ്റ്റ് സൈസ് എന്താണെന്ന് നമുക്കറിയാം. n ആണ് സൈസ് ആണെങ്കിൽ സ്മോൾ n. ഓക്കെ, സ്മോൾ n നമ്മൾ എടുക്കണം. ആ സ്മോൾ n എടുത്ത ശേഷം അതിൽ നിന്ന് പി സ്മോൾ n ഇക്വേഷൻ വെച്ചാൽ ലോഗ് n ആയിരിക്കും. ലോഗ് n/2 ആയിരിക്കും. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് 2 എലമെന്റ്സ് ഓൾസോ, പി ആൻഡ് ക്യൂ. പിന്റെ ക്യൂന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. 0 to n-1 വരെയായിരിക്കും പിന്റെ വാല്യൂ. സപ്പോസ് നിങ്ങൾ n 2 ആണ് വരുന്നുണ്ടെങ്കിൽ 0 മുതൽ 1 വരെയുള്ള വാല്യൂ ആയിരിക്കും പി സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പി 0 ആണെങ്കിൽ ക്യൂവിന്റെ വാല്യൂ 0 അല്ലെങ്കിൽ 1 ആയിരിക്കാം. പി നോട്ട് ഈക്വൽ ടു 0 ആണ് കേസിൽ ക്യൂയുടെ വാല്യൂ 1-നും 2p-ക്കും ഇടയിലായിരിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു എലമെന്റ് ഉണ്ട് കെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 2p + q - 1 ഇതായിരിക്കും കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച ശേഷമാണ് നമ്മൾ ആർ മെട്രിക്സ് ഫോം ചെയ്യാം. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് അറ്റൻഡൻസ് പറയാം.